യെസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോൾ എന്ന സങ്കല്പം വിശദമായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു ഡാറ്റയെ വേറെ ഡാറ്റയിലേക്ക് മാറ്റാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിളും കൂടെ നമുക്കിപ്പോൾ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക. Find the mass of 1 iron atom. ഒരു അയൺ ആറ്റത്തിൻ്റെ മാസ് കണ്ടുപിടിക്കണം. ആറ്റോമിക് മാസ് ഓഫ് അയൺ ഈക്വൽ ടു 56. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? യെസ്, ഒരു അയൺ ആറ്റത്തിൻ്റെ മാസാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റങ്ങളുടെ മാസാണ് ആറ്റോമിക് മാസ് അല്ലേ? അപ്പോൾ ഒരു അയൺ ആറ്റത്തിൻ്റെ മാസ് കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പോൾ എന്താ ചെയ്യുക? നമുക്കിങ്ങനെ ചെയ്യാം. യെസ്, ആദ്യം ചെയ്യേണ്ടത് ഗ്രാം ആറ്റോമിക് മാസ് ഓഫ് അയൺ. gram atomic mass of iron equal to 56 gram. Okay, ഇനി gram atomic mass of iron is equal to 56 gram എന്ന് പറഞ്ഞാൽ അത് 1 മോൾ അയൺ ആറ്റങ്ങളുടെ മാസാണ്. ഓക്കെ, ഇനി 1 Fe ആറ്റം, ഒരു അയൺ ആറ്റം എന്ന് പറഞ്ഞാൽ 1 അവോഗാഡ്രോ നമ്പർ മോളാണ്. മോൾ ആറ്റംസ് 1 അവോഗാഡ്രോ നമ്പർ മോൾ ആറ്റംസ്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മോൾ അയൺ ആറ്റത്തിൻ്റെ മാസ് അല്ലേ 56 ഗ്രാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/Na മോൾ ആറ്റത്തിൻ്റെ മാസ് എത്ര? therefore പറയും 1/Na അയൺ ആറ്റംസ് ഈസ് ഈക്വലൻ ടു ഹൗ മെനി ഗ്രാം? 1/Na ഇൻറ്റു 56 ഗ്രാം. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? അപ്പോൾ അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 56 ഡിവൈഡ് ബൈ 6.022 ഇൻറ്റു 10⁻23 ഗ്രാം. കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. നമുക്ക് നിങ്ങൾ 56/6.022 കാൽക്കുലേറ്റർ ചെയ്യുക. ഞാൻ കാൽക്കുലേറ്ററിൽ ഇപ്പോൾ പറയുന്നില്ല, 6.022 കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഇൻറ്റു 10⁻23 എഴുതുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഒബ്ജക്റ്റീവ് മീനിങ് പിന്നെ പറഞ്ഞുതരും. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ 10⁻23 മുകളിലേക്ക് എടുത്താൽ 10⁻23. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ യെസ് 9 gram C6H12O6. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഗ്ലൂക്കോസാണ്, C6H12O6. പറ്റുമെങ്കിൽ അതിൻ്റെ മോളിക്കുലർ മാസ് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുക കേട്ടോ. മോളിക്കുലർ മാസ് ഇസ് ഈക്വൽ ടു എത്ര? 180 ആണേ, 180. അപ്പോൾ നമുക്കറിയാം 9 ഗ്രാം ഗ്ലൂക്കോസിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 150 അതിൻ്റെ എന്ത് മാസ്? മോളിക്കുലർ മാസ്. അപ്പോൾ ഗ്രാം മോളിക്കുലർ മാസ് 150 ഗ്രാമാണ്. അപ്പോൾ നമുക്കറിയാം, നോക്കിയേ, 180 gram glucose is equivalent to how many molecules? Na molecules. ശരിയല്ലേ? 180 gram glucose is equivalent to Na molecules. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 180 gram glucose എത്ര മോളാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ 180 gram glucose എത്ര മോളാണ്? 180 gram glucose 1 മോളാണ്. 1 മോൾ. അപ്പം 1 മോൾ എന്ത്? മോളിക്യൂൾസ്. അങ്ങനെയാണെങ്കിൽ 9 gram ഗ്ലൂക്കോസ് എത്ര മോളായിരിക്കും? 9 gram ഗ്ലൂക്കോസ് ഈസ് ഈക്വലൻ ടു 9/180 മോൾ. മോളിക്യൂൾസ് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, 9/180 മോളിക്യൂൾസ്. ദെൻ 1 മോൾ ഗ്ലൂക്കോസ് എത്ര മോളിക്യൂൾസ് ആണ്? 1 മോൾ glucose C6H12O6 is equivalent to Avogadro number molecules.
അങ്ങനെയാണെങ്കിൽ 1/180 മോൾ ഇസ് ഈക്വലൻ ടു എത്ര? സോറി 9 അല്ല, 9/180 ഇസ് ഈക്വൽ ടു 9/180 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ മോളിക്യൂൾസ്. ഓക്കെ, അവോഗാഡ്രോ നമ്പർ മോളിക്യൂൾസ്, മോളല്ല മോളിക്യൂൾസ്. ഇത്രയും കിട്ടിയല്ലോ. ഇനി ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിൽ C6H12O6 ദാറ്റ് ഈസ് ഈക്വലൻ ടു ഹൗ മെനി ഹൈഡ്രജൻ ആറ്റം? 12 ഹൈഡ്രജൻ ആറ്റം. അങ്ങനെയാണെങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും മൊത്തം ഇതിൽ? ആൻസർ 9/180 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു 12 ഹൈഡ്രജൻ ആറ്റംസ്. കിട്ടിയല്ലോ. ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ല, കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? യെസ്. അപ്പോൾ ആ തരത്തിൽ ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഏതാണ്ട് മോൾ എന്ന സങ്കല്പത്തിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ തന്നിട്ടുണ്ട്. അത് ശരിക്കും വായിച്ചു നോക്കുക, എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടും. ഓക്കെ, യെസ്. ഇനി നമുക്ക് മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷനാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്? കുറച്ച് കൺഫ്യൂഷനൊരു ഭാഗമാണ്, അവിടെ ശരിക്കും ശ്രദ്ധിക്കണം. ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. എ എന്ന ഒരു എലമെൻറ്റ് ബി എന്ന ഒരു എലമെൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. മനസ്സിലായോ? ഒരു മോൾ എ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മോൾ ബി വേണം. എത്ര? ഒരു മോൾ എ റിയാക്ട് ചെയ്യാൻ എത്ര മോൾ ബി വേണം? 3 മോൾ ബി വേണം. പക്ഷെ റിയാക്ഷൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ എടുത്തത് 2 മോൾ എയും 4 മോൾ ബിയും എടുത്തത്. എത്ര മോൾ? 2 മോൾ എയും 4 മോൾ ബിയും എടുത്തത്. 1 മോൾ എ റിയാക്ട് ചെയ്യാൻ എത്ര മോൾ ബി വേണം? 3 മോൾ ബി. അപ്പോൾ 2 മോൾ എ റിയാക്ട് ചെയ്യണമെങ്കിൽ എത്ര മോൾ ബി വേണം? 6 മോൾ വേണ്ടേ? പക്ഷെ നമ്മൾ എത്ര മോളെ എടുത്തിട്ടുള്ളൂ? 4 മോൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം 2 മോൾ എ മുഴുവൻ റിയാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബി ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് മുഴുവൻ റിയാക്ട് ചെയ്യില്ല? എ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതാ മുഴുവൻ റിയാക്ട് ചെയ്യുക? ബി അല്ലേ മുഴുവൻ റിയാക്ട് ചെയ്യൽ. ആ മുഴുവൻ റിയാക്ട് ചെയ്യുന്നത് ബി ആയതുകൊണ്ട് അതിൻ്റെ ആബ്സെൻസ് കൊണ്ടല്ലേ ഈ റിയാക്ഷൻ നടക്കാത്തത്, എ ബാക്കിയുള്ളത് റിയാക്ട് ചെയ്യാത്തത്. അപ്പോൾ അതിന് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് വിളിക്കും. ലിമിറ്റിംഗ് റിയേജൻ്റ്. കംപ്ലീറ്റ് ആയിട്ട് ഏതാണോ കൺസ്യൂം ചെയ്തത് അതിനെന്ത് വിളിക്കും? ലിമിറ്റിംഗ് റിയേജൻ്റ്. മനസ്സിലായോ? മുഴുവനായിട്ടും കൺസ്യൂം ചെയ്യുന്നതിനെ എന്ത് വിളിക്കും? ലിമിറ്റിംഗ് റിയേജൻ്റ്. പഠിച്ചില്ലേ? അപ്പോൾ അത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ അവതരിപ്പിക്കണം. നമ്മൾക്ക് സാധാരണ എന്താണ് ലിമിറ്റിംഗ് റിയേജൻ്റിൻ്റെ ചോദ്യമേ ചോദിക്കാറുള്ളൂ. +1 ബോർഡ് എക്സാമിന് കിട്ടില്ലേ? യെസ്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യനിലെ ഇപ്പോൾ ഇതാണ് റിയാക്ഷൻ. പിന്നെ SO2 O2 കൂടെ റിയാക്ട് ചെയ്യുന്നു, SO3 ഉണ്ടാവുന്നു. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ 2 മോൾ SO2 reacts with അതില്ലേ ഇത് 2 മോൾ SO2 reacts with 3 മോൾ O2 which is the limiting reagent? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ തന്നിട്ടുണ്ടാവും കേട്ടോ. 2SO2 + O2 യൂസ് ചെയ്ത് 2SO3. അപ്പോൾ നമുക്ക് നോക്കി ഇക്വേഷൻ പ്രകാരം നോക്ക്. 2 മോൾ SO2 ഈ 2SO2 + O2 gives 2SO3 എഴുതുക. ഈ ഇക്വേഷൻ പ്രകാരം 2 മോൾ SO2 റിയാക്ട് ചെയ്യാൻ എത്ര മോൾ O2 വേണം? 1 മോൾ O2 വേണം. മനസ്സിലായോ? പക്ഷേ നമുക്ക് തന്നത് 2 മോൾ SO2 റിയാക്ട് ചെയ്യാൻ എത്ര മോൾ O2 തന്നത്? 3 മോൾ. അപ്പോൾ 3 മോൾ O2ൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 മോൾ O2 വേണ്ടു, 2 മോൾ അധികമാണ്. അതിൻ്റെ അർത്ഥം 2 മോൾ O2 റിയാക്ട് ചെയ്യാതെ ബാക്കി വരും. അതിൻ്റെ അർത്ഥം ഏതാ മുഴുവൻ റിയാക്ട് ചെയ്യൽ? SO2. അപ്പോൾ ഏതാ ലിമിറ്റിംഗ് റിയേജൻ്റ്? SO2 അല്ലേ? സിംപ്ലസ്റ്റ് മീനിങ് മനസ്സിലായല്ലോ? ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക.
2H2 plus O2 gives 2H2O. Question ഇതാണ്, if 4 mole H2 reacts with 4 mole H2 reacts with 7 mole O2. ഓക്കെ, ഇവിടെ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ എഴുതുന്നു. ഒന്ന്, വിച്ച് ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്? വിച്ച് ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്? Second question, find the mass of H2O formed. Find the mass of H2O formed. നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. നോക്കാം, അത് ചെയ്യേണ്ടത് ഇക്വേഷൻ എഴുതുക. 2H2 plus O2 gives ചെയ്ത് 2H2O. ഓക്കെ, ഇത് ഇക്വേഷൻ പ്രകാരം 2 മോൾ ഹൈഡ്രജന് എത്ര മോൾ O2 വേണം? 1 മോൾ O2. അപ്പോൾ എത്ര മോൾ H2 ഉണ്ടാവും? 2 മോൾ H2 ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഇനി തന്നത് എത്ര മോളാണ്? 2 മോൾ ഹൈഡ്രജന് 1 മോൾ ഓക്സിജൻ വേണം. അപ്പോൾ ഞാനിവിടെ ഇത് നോക്കാം. 2 മോൾ H2 റിക്വയർഡ് എത്ര? 1 മോൾ O2. അങ്ങനെയാണെങ്കിൽ 4 മോൾ ആയതുകൊണ്ട് നേരെ ഇരട്ടിയല്ലേ? 4 മോൾ H2 റിക്വയർഡ് എത്ര? 4 മോൾ H2 റിക്വയർഡ് എത്ര? 2 മോളിന് 1 മോൾ വേണമെങ്കിൽ 4 മോളിന് എത്ര മോൾ വേണം? 2 മോൾ O2 അല്ലേ വേണ്ടത്? 2 മോൾ O2. ശരിയല്ലേ? പക്ഷെ നമുക്ക് എത്ര മോൾ തന്നിട്ടുണ്ട്? 7 മോൾ തന്നിട്ടുണ്ട്. അത് എക്സസ് അല്ലേ? മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് അധികമാണ്, എക്സസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതല്ലേ കുറവ്? അപ്പോൾ ഏതാ മുഴുവൻ റിയാക്ട് ചെയ്യുക? പറയൂ. ഹൈഡ്രജനാണ് മുഴുവൻ റിയാക്ട് ചെയ്യുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഹൈഡ്രജൻ മുഴുവൻ റിയാക്ട് ചെയ്യുമെങ്കിൽ അതല്ലേ ലിമിറ്റിംഗ് റിയേജൻറ്റ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ therefore പറഞ്ഞേ H2 ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. ലിമിറ്റിംഗ് റിയേജൻറ്റ്. ക്ലിയർ ആയോ? ഈ രണ്ടാമത്തെ പാർട്ട് ചെയ്യുമ്പോൾ എത്ര വാട്ടർ എത്ര ഗ്രാം ഉണ്ടായതല്ലോ ചോദ്യം. അപ്പോൾ നോക്കിയേ, അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ ലിമിറ്റിംഗ് റിയേജൻറ്റും പ്രോഡക്റ്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുക. 2H2 plus O2 gives ചെയ്ത് 2H2O. എന്നിട്ട് ഏതാ ലിമിറ്റിംഗ് റിയേജൻറ്റ്? 2. അപ്പോൾ 2 മോൾ. ഇതും പ്രോഡക്റ്റ് 2 മോൾ അല്ലേ? അപ്പോൾ എളുപ്പമായി. 2 മോൾ ഹൈഡ്രജനാണ് റിയാക്ട് ചെയ്യുന്നത്, 2 മോൾ വാട്ടർ ഉണ്ടാവും. അപ്പോൾ 4 മോൾ ഹൈഡ്രജനല്ലേ റിയാക്ട് ചെയ്യുന്നത്? അപ്പോൾ 4 മോൾ ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് എത്ര മോൾ വാട്ടർ ഉണ്ടാവും? 4 മോൾ. അപ്പോൾ ആൻസർ 4 മോൾ എന്ന് പറയുമ്പോൾ എത്ര ഗ്രാം ഉണ്ടാവും? 4 × 18 ഗ്രാം വാട്ടർ. കിട്ടിയോ? ഓക്കെ, 1 മോൾ വാട്ടർ 18 ഗ്രാം അല്ലേ? അപ്പോൾ 4 മോൾ വാട്ടറോ? 4 × 18 ഗ്രാം. ക്ലിയർ ആയോ? ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതേ ചോദ്യം ഞാൻ ഒന്ന് മാറ്റുന്നു. ഇഫ് 1 gram ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് 1 gram ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് 1 gram oxygen according to the equation, yes, 2H2 plus O2 gives 2H2O. Okay, same question, which is the limiting reagent? Find the mass of H2O formed. Question മനസ്സിലായല്ലോ? Which is the limiting reagent? Find the mass of H2O formed. അപ്പോൾ എങ്ങനെ ചെയ്യുക? ആദ്യം നമ്മൾ തന്നിരിക്കുന്നത് മോളാണോ മാസാണോ? മാസ്. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം നോക്കുക, ഗിവൺ ഡാറ്റ നോക്കിയേ. എന്താണ്? 1 gram ഹൈഡ്രജൻ ദാറ്റ് ഈസ് ഈക്വലൻ ടു 1/2 മോൾ. ശരിയല്ലേ? മോളിക്കുലർ മാസ് 2 ആണ്. അതേപോലെ തന്നെ 1 gram ഓക്സിജൻ ഈസ് ഈക്വലൻ ടു എത്ര? 1/32 മോൾ. ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 32 അല്ലേ? ഓക്കെ, ഇത് രണ്ടും മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നോക്ക്, ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുക. 2H2 plus O2 gives 2H2O. കിട്ടിയില്ലേ? ഇക്വേഷൻ പ്രകാരം 2 മോൾ ഹൈഡ്രജൻ ആണെങ്കിൽ എത്ര മോൾ ഓക്സിജൻ വേണം? 1 മോൾ. അങ്ങനെയാണെങ്കിൽ ഹാഫ് മോൾ അല്ലേ നമുക്ക് ഇവിടെ തന്നിട്ടില്ലേ, ഗിവൺ തന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ, 1 മോൾ ഹൈഡ്രജനാണ് എത്ര മോൾ വേണം? ഹാഫ് മോൾ ഓക്സിജൻ. ഇനി വേർഡ്സിൽ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ 1/2 മോൾ ആണെങ്കിലോ 1/4 മോൾ ഓക്സിജൻ വേണം. 3 മനസ്സിലായോ?
അപ്പോൾ ഞാൻ എഴുതി ശ്രദ്ധിക്കുക 1/2 മോൾ ഹൈഡ്രജൻ ആണ് ഗിവൺ 1/2 മോൾ ഹൈഡ്രജൻ അല്ലേ തന്നിട്ടുള്ളത് ഗിവൺ റിക്വയേർഡ് എത്ര 1/4 മോൾ ഓക്സിജൻ 1/4 മോൾ ഓക്സിജൻ പക്ഷെ നമുക്ക് തന്നത് എത്ര 1/32 അല്ലേ നമുക്ക് തന്നിട്ടുള്ളത് 1/4 വേണം 1/32 തന്നിട്ടുള്ളൂ അപ്പം വിച്ച് ഈസ് നോട്ട് സഫീഷ്യൻറ്റ് മതിയാവില്ല അപ്പോൾ അതല്ലേ മുഴുവൻ റിയാക്ട് ചെയ്ത് അപ്പോൾ അതാണ് ലിമിറ്റിംഗ് റിയേൻറ്റ് ഏതാണോ തീർന്നു പോകുന്നത് ആ ലിമിറ്റിംഗ് റിയേൻറ്റ് മനസ്സിലായോ അപ്പോൾ 1/4 മോൾ ഓക്സിജൻ റിക്വയർഡ് 1/4 മോൾ ഓക്സിജൻ പക്ഷെ നമുക്ക് എത്ര തന്നിട്ടുള്ളത് ഹിയർ ഓൺലി 1/32 മോൾ അല്ലേ ഓക്സിജൻ ഹിയർ ഓൺലി 1/32 മോൾ ഓക്സിജൻ വിച്ച് ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ശരിയല്ലേ മതിയാവില്ല ദെർഫോർ ഏതാ ലിമിറ്റിംഗ് റിയേൻറ്റ് ദെർഫോർ ഓക്സിജൻ ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ് കിട്ടിയോ ഓക്സിജൻ ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ് ക്ലിയർ ആയില്ലേ ഓക്കെ ഇനി വാട്ടറിൻ്റെ മാസ് കണ്ടുപിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഏതാ പറ 2H2 പ്ലസ് O2 ഗീവ്സ് 2H2 എന്ന് എഴുതുക ലിമിറ്റിംഗ് റിയേൻറ്റും പ്രോഡക്റ്റും തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ട് ഇത് എത്ര മോള് 1 മോൾ ഓക്സിജൻ ആകുമ്പോൾ എത്ര മോൾ വാട്ടർ ഉണ്ടാവും 2 മോൾ ഇത് നിങ്ങൾക്ക് തന്നത് എത്രയാണ് 1/32 അപ്പോൾ 1/32 മോൾ ആണെങ്കിൽ എത്ര മോൾ വാട്ടർ ഉണ്ടാവും 2/32 മോൾ ഏതുണ്ടാവും വാട്ടർ ഉണ്ടാവും അപ്പോൾ ആൻസർ 2/32 എന്ന് പറഞ്ഞാൽ 1/16 അല്ലേ അപ്പോൾ 1/16 ഇൻറ്റു 18 ഗ്രാം വാട്ടർ കിട്ടിയോ ക്ലിയർ ആയല്ലോ ഇതാണ് ആൻസർ ഓക്കെ ശരിക്കും നോക്കിയേ